നമസ്കാരം അമ്മ. ആ, എന്താ നമസ്കാരം. പേര്? കമലാച്ചി. കമലാക്ഷി. ഇവിടെ വീട് വീട് ഇവിടെ അടുത്തുണ്ട്. വീട് ഇവിടെ തന്നെയാ? അടുത്തര. അടുത്ത് തന്നെ അല്ലേ? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ ചെടി പണി. ആണോ? ഇപ്പം എത്ര നാളായിട്ട് ഇവിടെ ലോട്ടറി കച്ചവടം ഉണ്ട്? 1.5 കൊല്ലായി. 1.5 കൊല്ലമായിട്ടുണ്ട്. എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ പ്രൈസ്? ഒന്നും കിട്ടണില്ല. ഒന്നും കിട്ടണില്ല. ആൾക്കാർ എടുക്കുന്നുണ്ടോ ആ, ലോട്ടറി? എടുക്കുന്നുണ്ട്. ലോട്ടറി എടുക്കുന്നുണ്ട്. രാവിലെ എത്ര മണിക്ക് വന്നാൽ എത്ര മണിക്ക് പോകും? 5 മണിക്ക് വരും. 5 മണിക്ക് വരുമോ? അന്നേരം 5 മണിക്ക് പോകും. 5 മണിക്ക് വൈകുന്നേരം പോകും. വൈകുന്നേരം 3 മണി. വൈകുന്നേരം രാവിലെ എപ്പോ വരും? 6 മണിക്ക് വരും. 5 മണിക്ക് വരും. 5 മണിക്ക് രാവിലെ വരുമോ? അപ്പൊ 5 മണിക്കൊക്കെ ആൾക്കാരുണ്ടാവും ഇവിടെ? ഇവിടെ ചായക്കടയില്ല. ചായക്കടയിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? അവർ ലോട്ടറി എടുക്കും. അപ്പൊ ഭക്ഷണമൊക്കെ എന്തിനും വീട്ടിൽ പോയി കഴിക്കും? ആ, ഇവിടെ അടുത്താണ് വീട്. നല്ല ചൂടല്ലേ ഇപ്പൊ? ചൂടന്നെ, എന്താ ചെയ്യാ? തെരഞ്ഞെടുപ്പിന് ചൂട് അറിയണ്ടോ? ആ, സ്ഥാനാർത്ഥികളൊക്കെ വരാറുണ്ടോ? ചൂടൊക്കെ ഉണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ വന്നോ വീട്ടിൽ? വന്നിട്ടില്ല. വന്നിട്ടില്ല. ഇവിടെ ആർക്കാ പൊതുവെ സാധ്യത കാണുന്ന അമ്മ? ആർക്കിലാവട്ടെ. ആർക്കാ? ആർക്കിലാവട്ടെ. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടിടാൻ പോകാറുണ്ടോ? അപ്പൊ വോട്ടിടാൻ പോകുമ്പോ എന്താ അമ്മ പ്രധാനമായിട്ട് നോക്കുന്നത്? ഇത്തവണ വോട്ടിടാൻ പോകുമ്പോ ആര് വന്നാലാണ് കൊള്ളാവുക തൃശ്ശൂരിന്? പറഞ്ഞോ. ആര് വന്നാലായിരിക്കും നല്ലത്? അമ്മയ്ക്കും BJP വരണം എന്നുള്ളതാണ്. സുരേഷ് ഗോപി വന്നാൽ കൊള്ളാം എന്നുള്ളതാണ് അല്ലേ? BJP. സുരേഷ് ഗോപി ഇഷ്ടമാണോ? സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? സുരേഷ് ഗോപി സിനിമ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപി സിനിമാ നടനായിട്ടാണോ ഇഷ്ടം, അതോ ഒരു മന്ത്രിയായിട്ട് കാണാനാണോ ഇഷ്ടം? സിനിമാ നടനായിട്ട് കാണാനാണ് ഇഷ്ടം. പക്ഷേ BJP വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. നമസ്കാരം ചേട്ടാ, എന്താ പേര്? റെജി ജോർജ്. റെജി ജോർജ്. ഒന്നടുത്ത് വന്നോ. എന്ത് ചെയ്യുന്നു? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണു. ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കണു. ഇപ്പൊ ഓട്ടോറിക്ഷ ലാഭത്തിലാണോ? കുഴപ്പമില്ല, ഇങ്ങനെ പോണു. കാരണം എന്നാലും കുഴപ്പമില്ലാണ്ട് പോണു. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 400 ഉണ്ടായിരുന്നു, ഇപ്പൊ 4300 രൂപ ഇപ്പൊ പെർമിറ്റ് പുതുക്കാൻ വേണ്ടിട്ട് അയക്കണം. ഓർഡർ വന്നിട്ടില്ല. കാരണം ഓർഡർ വന്നാൽ ടെൻഷനാണ്. ഭയങ്കര ആകെ കിട്ടുന്ന പൈസ അത് കൂടെ പോകും. ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞ ഒരു പൊതുവെ എല്ലാവരുടെയും കൂടെ സഹകരിക്കുന്ന ആൾക്കാരാണ്. എവിടെ എന്തുണ്ടെങ്കിലും അവിടെ ഒരു ഓട്ടോറിക്ഷ നിങ്ങളത് ചോദിച്ചാൽ മതി. എനിക്ക് രാഷ്ട്രീയം പോലും കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഓട്ടോറിക്ഷ യാത്ര ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും, ചേട്ടാ എങ്ങനെയുണ്ട്, അനിയ മോന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും വലിയൊരു പ്രചോദനമുള്ള ഒരു കാര്യമാണ്. വൈകാരിക ബന്ധമുണ്ട്. പിന്നെ കാരണത്തിനും നാനാ ഡിക്കിന്ന് വന്നവർ, ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വന്ന ഒരാളാണ് പുത്തൂർ സുവോളജി പാർക്കിൽ ഇന്നലെ എന്നെ ഓട്ടം വിളിച്ചു. അവർ വിളിച്ചു കൂർക്കഞ്ചേരിയിൽ നിന്ന് പുത്തൂർ വരെ പോകണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ നമ്പർ മേടിച്ചു. നമ്പർ മേടിച്ചത് വേറെ ഒന്നുമല്ല, അവർക്ക് റിട്ടേൺ തിരിച്ചു പോരാൻ അവർക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ്. 260 രൂപ ഓട്ടോക്കാശ്. മോഹൻലാൽ പറയുന്ന പോലെ എന്തോ ആൾക്കാർക്ക് ചിലർക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പൊ അത് സ്വാഭാവികമാണ്. കാര്യമായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ പെരുമാറ്റവും നമ്മളിൽ കൂടി വേറെ ഒന്നുമായിട്ടല്ല. നമുക്കിപ്പോ വേറെ ഒന്നും അവർക്ക് കൊടുക്കാനില്ല. ഒന്ന് കയറിയ ആളോട് ഒന്ന് ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമായി. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ ഇവിടുത്തെ ഒരു കാറ്റ് എങ്ങോട്ട് പിടിക്കുന്നത്? ഇപ്പോ ഇടത്തോട്ട് പിടിക്കുന്നോ അതോ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് പിടിക്കുന്നോ? സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ്. 1986 ഞാൻ അടിമാലിൽ വെച്ചിട്ട് കൈ കൊടുത്ത് വർത്താനം പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ വോട്ടോ ജയിക്കണം എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ ഇതിലാണ് ഔചാരികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-യോട് കാരണത്തേനും എനിക്കല്ല പൊതുവേ ഉള്ളതിന്റെ ഒരു കാര്യങ്ങളുള്ളൂ യോജിപ്പ്. സുരേഷ് ഗോപി ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ 100% അംഗീകരിക്കുന്നു. കാരണം അടിമാലി വെള്ളത്തൂർ റോഡിൽ KP ചാക്കോ കാക്കനാട്ട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് വന്നപ്പോ അന്ന് ഞാൻ അടിമാലി ഓർമ്മ സംബന്ധിച്ചു അന്ന് അക്ഷരത്തെറ്റ് സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പുള്ളി BJP പോയത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? എനിക്കെന്നല്ല പൊതുവേ ഉള്ളതായിരിക്കണം. പൊതുവേ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി അംഗീകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നയത്തോടൊരു വിയോജിപ്പ് തൃശ്ശൂർ കാണുന്നുണ്ട്. അത് ആർക്ക് അനുകൂലമാവും? സുനിൽകുമാറിന് അനുകൂലമാവോ? സുനിൽകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നാട്ടിൽ മുരളീധരനെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം കോൺഗ്രസിന്റെ ചാഞ്ചാട്ടം എന്ന് പറഞ്ഞാൽ ആര് ജയിച്ചു പോയി കഴിഞ്ഞാലും അടുത്ത മറുകണ്ഠം ചാടാൻ ഇപ്പൊ BJP-യിലേക്കേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? ഇത് ഇവിടുത്തെ തൃശ്ശൂർ മണ്ഡലത്തിലെ ഒരു വോട്ടറുടെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പൊതുവെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. താങ്ക് യു ചേട്ടാ. സുരേഷ് ഗോപി ഉണ്ടല്ലോ, സൂപ്പർമാനാ. പക്ഷേ അദ്ദേഹം കാൻഡിഡേറ്റ് എന്ന നിലയിൽ അതറിയില്ല. പക്ഷെ ജയിച്ചാൽ എന്താണെന്നറിയോ? ഇന്ത്യയിൽ തന്നെ ഉള്ളതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ മാറുകയും ചെയ്യും. തൃശ്ശൂർ മണ്ഡലത്തിൽ പൊതുവെ 7 നിയോജക മണ്ഡലത്തിൽ മാറ്റിമറിക്കുകയും ചെയ്യും.